ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിത്തിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ, ഉപാസനാമൂർത്തി, ഭാഗ്യ കളർ, ഭാഗ്യരത്നം, ഭാഗ്യ ദിവസം ഇതിനെക്കുറിച്ചാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നത് അവിട്ട നക്ഷത്രത്തിനെ കുറിച്ചാണ്. ഇന്ന് പറയാൻ പോകുന്നത് ചതയ നക്ഷത്രത്തെക്കുറിച്ചാണ്. ചതയ നക്ഷത്രത്തിനും അവിട്ട നക്ഷത്രത്തിനും ഒരേ ഉപാസനാമൂർത്തിയാണ് ഭദ്രകാളി സുബ്രഹ്മണ്യൻ. അപ്പോൾ ചതയ നക്ഷത്രക്കാർ ഉപാസിക്കേണ്ടുന്ന ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ഭദ്രകാളി സുബ്രഹ്മണ്യനാണ്. ഇവരുടെ ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് 4ആണ്. ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. ഭാഗ്യ കളർ എന്ന് പറയുന്നത് കറുപ്പാണ്. ഭാഗ്യ രത്നം എന്ന് പറയുന്നത് ഗോമേതകമാണ്. ഒന്നും കൂടെ പറയാം, ചതയ നക്ഷത്രക്കാരുടെ ഭാഗ്യ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ഭദ്രകാളി സുബ്രഹ്മണ്യൻ. ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച. ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് 4. ഭാഗ്യ കളർ എന്ന് പറയുന്നത് കറുപ്പ്. ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഗോമേതകം. അപ്പോൾ ബൈക്കോ കാറോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പറായ 4 വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഇൻ്റർവ്യൂവിന് എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ കറുപ്പ് നിറം വരുന്ന ചുരിദാറും, അതിനകത്ത് കറുപ്പ് നിറം കൂടെ വരണം, വേറെ കളറും ആവാം, ചുരിദാറോ ഷർട്ടുകളൊക്കെ ഇടാൻ ശ്രമിക്കുക. ഉപാസനാമൂർത്തികളെ ആരാധിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്നതാണ്. ശിവഭഗവാനെ നമ്മൾ ആരാധിക്കണം, വിനായകനെ നമ്മൾ ആരാധിക്കണം, ആഞ്ജനേയ സ്വാമിയെ നമ്മൾ ആരാധിക്കണം. ചതയ നക്ഷത്രക്കാർ, അതായത് കുംഭരാശിയിലുള്ള എല്ലാവരും ഈ ദൈവങ്ങളെല്ലാം, അതുപോലെ തന്നെ ഭദ്രകാളിയെ നമ്മൾ ഉപാസനാമൂർത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭദ്രകാളിയെ നമ്മൾ ആരാധിക്കണം. അതുപോലെ തന്നെയാണ് സർപ്പക്കാവുള്ളിടത്ത് സർപ്പ ദൈവങ്ങളെ ആരാധിക്കുന്ന അമ്പലങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി 100 പാലം ചെയ്യുകയും അതുപോലെ തന്നെയാണ് കുറച്ച് മഞ്ഞപ്പൊടി കൊണ്ടുവന്ന് കൊടുക്കുകയോ പുള്ളും പാട്ട് പാടിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ചതയ നക്ഷത്രക്കാർ നമ്മൾ ഈ സർപ്പമായിട്ടൊക്കെ അവർ നമ്മുടെ ഒരു മിത്രം കൂടെയാണ്. അപ്പം നമ്മൾ അവർക്കത് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. പറയാൻ കാരണം ചേച്ചിയും ചതയമാണ്. അതുകൊണ്ടാണ് ചേച്ചി ഈ ചതയം പറയുമ്പോൾ ചിരിച്ചത്. ചതയം എന്ന് പറയുന്നത് ചതഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ഒരു സുഖം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് തരും സുഖം, കുറച്ച് ഒരു സന്തോഷമായ ഒരു ജീവിതം കൊണ്ട് തരും. അതുപോലെ തന്നെ പറിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ദുഃഖങ്ങൾ മാത്രം നിറഞ്ഞൊരു കൂമ്പാരമാണ് ചതയ നക്ഷത്രം. അതെന്ന് പറയുന്നതൊക്കെ ചതയ നക്ഷത്രം എന്ന് പറയുന്നത് 100 പേർക്ക് സമമാണ് ഒരു ചതയ നക്ഷത്രക്കാരെന്ന്. എവിടെ എന്നും അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ചതയ നക്ഷത്രക്കാർക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ. ആ വയസ്സാം കാലത്ത് ശുക്രദശ പറഞ്ഞിട്ടുണ്ട്. 70 വയസ്സൊക്കെ കഴിഞ്ഞാണ് നമുക്ക് ശുക്രദശ പറഞ്ഞിരിക്കുന്നത്. അന്ന് എന്തിനാണ് നമുക്ക് ശുക്രദശ തരുന്നതെന്നും അറിയത്തില്ല. കുഴി കാലം നീട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ശുക്രദശ വരുന്നത്. ശുക്രദശ അതിന് ഞാൻ എപ്പോഴും കൊണ്ടിരുന്ന ചിരിയാണ്. എന്തിനാണ് അന്ന് തരുന്നത്? ഇപ്പോൾ എത്തി നരയിപ്പിച്ചിട്ട് അന്ന് നമുക്ക് എന്തിനാണ് ശുക്രദശ തരുന്നത്? അപ്പോൾ പിന്നെ വരുന്നതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മൾ അതിന് ധൈര്യം കണ്ടെത്തുക. പിന്നെ ചേച്ചിക്ക് ഒരു വിഷമമുണ്ടെന്ന് പറയുന്നത്, നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള യുദ്ധമല്ല, അവർ നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ട് ഭീകരന്മാരെ ആക്രമിച്ചു. പക്ഷേ അവർ ഒത്തീർപ്പായപ്പോൾ എനിക്കതൊരു സങ്കടമായി. കാരണം എന്താ ചോദിക്കും, ചേച്ചിക്ക് എന്താ യുദ്ധം ചെയ്യണമെന്നില്ല. നമ്മുടെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കി അവരെ പിടിച്ചില്ലല്ലോ. അവരെ നമ്മുടെ കൈ കിട്ടിയിട്ട് അവർക്ക് അതിനുള്ള തക്ക ശിക്ഷ കൊടുക്കുന്നത് വരെങ്കിലും നമ്മൾ ഇതിനൊരു ഉടമ്പടി ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ശരിയല്ല ചേച്ചി പറഞ്ഞത്. ഓരോ അന്നൊക്കെ പോയി വിനോദയാത്രയ്ക്ക് പോയ ഭാര്യയുടെയൊക്കെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുന്നു, സ്വന്തം അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നു. 26 പേരുടെ ജീവനെടുത്ത നരാധിപന്മാരെ നമുക്ക് നമ്മുടെ കൈകളിൽ കിട്ടി അവനെ കഞ്ചിഞ്ചാട്ട് കൊല്ലണ്ടേ? എന്നാലേ നമുക്കൊരു തൃപ്തി വരത്തുള്ളൂ, ഇല്ലേ? അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ വീടെല്ലാം പൊളിച്ച് പാവപ്പെട്ടവരുടെ മേർക്കല്ലേ അവർ ഈ ആക്രമണം നടത്തിയത്. അതിനെല്ലാം ഫലം നമ്മൾ അതിനെല്ലാം തക്ക ശിക്ഷ നമ്മൾ കൊടുക്കണം. എന്നിട്ട് വേണമായിരുന്നു നമ്മൾ ഈ ഇതുപോലെ ഉടമ്പടിയിലൊക്കെ ഈ ഉടമ്പടി കരാറിലൊക്കെ വരാൻ. അത് അങ്ങനെ ആവാത്തതുകൊണ്ട് മനസ്സിനൊരു വിഷമമുണ്ട്. അല്ലാതൊന്നുമല്ല, യുദ്ധം ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സഹോദരന്മാരുടെ അല്ലെ അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂട്ടല്ല അവരെ വെടിവെച്ച് വെച്ച ആ ഘാതകന്മാരെ നമ്മൾ
അതുപോലെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. ശരി, ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ചതയ നക്ഷത്രക്കാർ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. നമ്മൾ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് കുറച്ച് മനസ്സിനൊരു ഒരു സന്തോഷം കിട്ടും. അതുകൊണ്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. കുംഭരാശിക്കാർക്ക് എന്നും ദുഃഖം തന്നെ. അതുകൊണ്ട് ചേച്ചി അതിനെക്കുറിച്ച് ഒരു സുഖജീവിതം വരുമോ എന്നുള്ളത് ചേച്ചി പറയുന്നില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ വേറൊരു വീഡിയോ കൊണ്ട്, അടുത്ത വീഡിയോ പൂരിട്ടാതെയും കൊണ്ട് ചേച്ചി ഉടനെ വരുന്നതായിരിക്കും.